10,000 രൂപ റേഞ്ചിൽ നിങ്ങളൊരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ആ റേഞ്ചിൽ വരുന്ന ഒരു 2 ബെസ്റ്റ് ഫോൺ എന്ന് പറഞ്ഞാൽ ഒന്ന് ഐക്യൂയുടെ Z9 ലൈറ്റും പിന്നെ ഒന്ന് വിവോയുടെ T3 ലൈറ്റും. ഐക്യു Z9 ലൈറ്റ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തതാണ്. വിവോയും അത്ര കുറേ നായിട്ടില്ല, ഇപ്പം അടുത്ത് തന്നെയാണ് അതും വന്നത്. അപ്പം ഇതിലേത് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള റീബ്രാൻഡ് ആയിട്ടുള്ള മോഡലാണ്. എന്നാൽ പോലും ഇതിലേത് വാങ്ങണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കഴിഞ്ഞ സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് തന്നെ പറയാം. ബേസ് മോഡലിൻ്റെ പ്രൈസ് അല്ലേ, ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 4GB 128GB ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രൈസ് 9,999 ആയിട്ടാണ് ഓഫർ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള പ്രൈസ് 10,499 ആയിട്ടാണ് വരുന്നത്. അപ്പം സെയിം ആയിട്ടുള്ള പ്രൈസ് സെഗ്മെൻറ്റിൽ തന്നെയാണ് രണ്ട് ഫോണും വരുന്നത്. പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ല. ദെൻ ബിൽഡ് ആൻഡ് ഡിസൈൻ അതും സെയിം തന്നെയാണ്. നോർമലി റീബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഡിസൈനിൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ടെങ്കിൽ പോലും ഈ ഒരു രണ്ട് ഫോണും തമ്മിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഒന്നും തന്നെ ഇല്ല. ബാക്കിലെ ഐക്യും വിവോയും തമ്മിലുള്ള മാറ്റം, അതുപോലെ തന്നെ കളർ വേരിയൻറ്റിലെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയൊക്കെ തന്നെ സെയിം തന്നെയാണ്. പിന്നീട് 185 ഗ്രാം വെയ്റ്റും 8.4mm തിക്നെസ് ആയിട്ടാണ് വരുന്നത്. രണ്ട് ഫോണും സെയിം തന്നെയാണ്. IP64 റേറ്റിങ്ങും രണ്ട് ഫോണിനും വരുന്നുണ്ട്. അപ്പോൾ ബിൽഡ് ആൻഡ് ഡിസൈനിൽ നമുക്ക് കാര്യമായിട്ട് ഒന്നും പറയാനില്ല. ആ ഒരു ബ്രാൻഡിങ്ങിൻ്റെ ആ ഒരു വ്യത്യാസം കളർ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ രണ്ടും സെയിം തന്നെയാണ്. പിന്നീട് ഡിസ്പ്ലേ 6.56 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD പാനലാണ് രണ്ട് ഫോണിന് വരുന്നത്. 90 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 840 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സെക്ഷനും സെയിം തന്നെയാണ്. നോച്ചിൽ തന്നെയാണ് ക്യാമറയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലും യാതൊരു തരത്തിലുള്ള ചേഞ്ചും വന്നിട്ടില്ല. ദെൻ ക്യാമറ 15MB പ്രൈമറി ക്യാമറ, 2MB ഡെപ്ത് ക്യാമറയാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത് രണ്ട് ഫോണിലും. 8MB സെൽഫി ക്യാമറയാണ് രണ്ട് ഫോണിലും കൊടുത്തിട്ടുള്ളത്. ഫുൾ HD മാത്രമേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, റിയർ ക്യാമറയിലാണെങ്കിലും ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും. അപ്പോൾ ക്യാമറ വൈസും സെയിം ആണ്, ഒരു വ്യത്യാസം ആ ഒരു കാര്യത്തിലും വരുന്നില്ല. ദെൻ അടുത്തത് പെർഫോമൻസ് ആണ്. അവിടെയും അതുപോലെ തന്നെയാണ്. MediaTekൻ്റെ Dimensity 6300 എന്ന പ്രോസർ തന്നെയാണ് രണ്ട് ഫോണിലും കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ കാര്യത്തിലും നോ ചേഞ്ച്. പിന്നീട് Android 14 തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. UIയും ഫണ്ട് ചോയ്സ് 14 തന്നെയാണ് രണ്ട് ഫോണിലും വരുന്നത്. അവിടെയും മാറ്റമില്ല, എല്ലാം സെയിം. ദെൻ ഫൈനലായിട്ട് പറയാനുള്ളത് ബാറ്ററിയാണ്. 5000 mAh ബാറ്ററിയും 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും, അതിലും വ്യത്യാസമില്ല, സെയിം ആണ്. ഇനി ഇത് രണ്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു വ്യത്യാസമില്ല, രണ്ടും സെയിം ആണ്. നോർമലി ഡിസൈൻ്റെ ഭാഗത്തൊക്കെ തന്നെ ചേഞ്ച് വരാറുണ്ട്, ഇപ്പം ഐക്യും വിവോ ആയിട്ടൊക്കെ വരുന്ന സമയത്ത്. ബട്ട് ഈ ഒരു ഫോൺ അങ്ങനെ കാണാനില്ല, എല്ലാം സെയിം ആണ്. ഇനി സർവീസ് ആണെങ്കിലോ രണ്ട് ഫോണിൻ്റെയും സെയിം സർവീസ് സെൻറ്റർ തന്നെയാണ്. ഇപ്പം ഐക്യൂക്ക് ആണെങ്കിൽ തന്നെ വിവോയുടെ സർവീസ് സെൻറ്റർ തന്നെയാണ് അതും സർവീസ് ചെയ്യേണ്ടത്. അപ്പം ആ കാര്യത്തിൽ മാറ്റമില്ല. അപ്പം ഏത് ഫോൺ എടുത്താലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഏത് ഫോൺ എടുത്താലും ഉണ്ടാവില്ല. കാരണം രണ്ടും ഒരുപോലെയാണ്. നിങ്ങൾക്കിപ്പം ഏത് ബ്രാൻഡാണോ കുറച്ചും കൂടി ഇഷ്ടം, അല്ലെങ്കിൽ ഒരാളോട് പറയാൻ ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് എടുത്താൽ മതി. ഒരു ബോക്സിൻ്റെ ആകപ്പാട് മാറ്റം വരുന്നത് ഒന്ന് ബോക്സിൻ്റെ കാര്യത്തിൽ മാറ്റം വരും, പിന്നെ ഒന്ന് ഫോൺ ഓണായി വരുമ്പോൾ അതിൻ്റെ പേരും ബാക്കിലത്തെ പേരും അത് മാത്രമേ മാറ്റം വരുള്ളൂ. ബാക്കി പ്രൈസും ബാക്കി എല്ലാം സെയിം ആണ്. രണ്ട് ഫോണിൻ്റെ അടുത്തൊരു കവറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ഐക്യോ വിവോ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല, അത്രക്കും സെയിം താൻ തന്നെയാണ്. അപ്പോൾ ഏത് വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് വിവോ ആണോ ഐക്യോ ആണോ ആ ഒരു ബ്രാൻഡ് മാത്രം. ഇപ്പോൾ ഒരാളുടെ പറയുന്ന സമയത്ത് എൻ്റെ ഫോൺ ഇതാണ് എന്ന് പറയുന്ന ആ കാര്യത്തിൽ മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കി എല്ലാം സെയിം ആണ്. അപ്പോൾ ഏതെടുക്കുകയാണെങ്കിലും ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർ കുറച്ചും കൂടെ ഒന്നൊരു ഉപകാരമായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.